അമേരിക്കൻ മധ്യസ്ഥതയിൽ ചരിത്രപരമായ ധാരണ, വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലും ലെബനനും. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. ഇതോടുകൂടി തന്നെ ട്രംപിന്റെ പട്ടികയിൽ മറ്റൊരു യുദ്ധം കൂടെ അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ആണ് ഇവിടെ തട്ടിയെടുത്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് പിന്നാലെയാണിപ്പോൾ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ദീർഘകാലമായി തന്നെ അതിർത്തി മേഖലകളിൽ തുടരുന്ന സൈനിക ഏറ്റുമുട്ടലുകളും സുരക്ഷാ ആശങ്കകളും അവസാനിപ്പിക്കുകയാണ് ഈ ധാരണയുടെ പ്രധാന ലക്ഷ്യം. കരാർ പ്രകാരം ലെബനൻ ആസ്ഥാനമായുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ള എല്ലാ സൈനിക ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും തെക്കൻ ലിറ്റാനി മേഖലയിലെ സായുധ സാന്നിധ്യം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ലിറ്റാനി നദിയുടെ തെക്കൻ ഭാഗം വർഷങ്ങളായി തന്നെ സംഘർഷങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നു. ഈ മേഖലയിലെ സായുധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നതാണ് വിലയിരുത്തൽ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലവിലെ പ്രതിസന്ധിക്ക് ദീർഘകാല രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുന്നതിനായി തന്നെ ഇസ്രായേലും ലെബനനും നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറായി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായുള്ള പരസ്പര അവിശ്വാസത്തിനിടയിൽ ഇത്തരമൊരു തീരുമാനം വലിയ നയതന്ത്ര മുന്നേറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിർത്തി സ്ഥിരത, പ്രാദേശിക സമാധാന ശ്രമങ്ങൾ എന്നിവ പ്രധാന വിഷയങ്ങളായിരുന്നു എന്നതാണ് സൂചന. കരാർ നടപ്പിലാക്കുന്നതിനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര പങ്കാളിത്തവും സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണം എന്ന് തന്നെയാണ് വിവരം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ധാരണ പൂർണ്ണമായി തന്നെ നടപ്പായാൽ പശ്ചിമേഷ്യയിലെ സംഘർഷ തീവ്രത കുറയുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും. അതേസമയം കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിനും അതിൽ നിന്നുള്ള യഥാർത്ഥ കാര്യങ്ങൾ അത് നിയന്ത്രിക്കുന്നതുമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വർഷങ്ങളായുള്ള ഏറ്റുമുട്ടലുകൾക്ക് ശേഷമാണിപ്പോൾ പുതിയ സമാധാന പ്രതീക്ഷ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ ഇരു വിഭാഗങ്ങൾ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ പോലും പിന്നീട് ധാരണകൾ മറികടന്നുകൊണ്ട് അതിർത്തിയിൽ കടുത്ത പോരാട്ടം തുടരുകയായിരുന്നു. ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെയാണിപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനനെതിരെ തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. പിന്നീട് ഇരുപക്ഷവും തമ്മിൽ സംഘർഷം രൂക്ഷമായിരുന്നു. തുടർന്ന് ലെബനനിൽ വെടിനിർത്തൽ കരാർ നടപ്പിലായെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനെയും തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് ഇറാൻ അറിയിച്ചിരുന്നത്. തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നുവെന്നും ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തി വരുന്നതിനിടെ തന്നെ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ക്ഷുഭിതനായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ലെബനനിലെ ആക്രമണത്തെ തുടർന്ന് യുഎസുമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണ് എന്ന ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇത് സംഭവിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടായിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.